ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ സമ്മറിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ട്രാവൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഞങ്ങൾ ടോബർമറിയിലേക്ക് ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോയി. പക്ഷേ അത് അവസാനിച്ചത് ഇങ്ങനെ ആയിപ്പോയി. പാർത്തിനൊന്ന് ചെറുതായിട്ട് വീണു, പാർത്തിൻ്റെ കൈയൊന്ന് ഡിസ്ലൊക്കേറ്റ് ആയി. ഞങ്ങൾ ഭയങ്കരമായിട്ടൊന്ന് പാനിക്കായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ലെസൺസ് പഠിച്ചു. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഏകദേശം നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ടോബർമോറിൽ എത്തിയത്. അപ്പൊ നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വ്യൂ പോയിന്റിലോട്ട് നടക്കുമായിരുന്നു. ഒരു പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. അങ്ങോട്ട് പോയിട്ട് നടക്കുന്നതൊക്കെ സ്മൂത്ത് ആയിട്ട് പാർത്തൻ അങ്ങ് നടന്നുപോയി. അവൻ ഓടുകയൊക്കെ ആയിരുന്നു, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് അവൾ വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ തിരിച്ച് നടക്കാൻ നേരത്തെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പാർത്തിനൊന്ന് വീണ് കഴിഞ്ഞിട്ട് അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ചന്തു പൊക്കിയെടുത്തു, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഒരു 2 സെക്കൻഡ് നടന്നു കഴിഞ്ഞിട്ട് അവൻ വീഴാൻ പോയപ്പോൾ ഞാനും ചന്തുവും കൂടെ പിടി കിട്ടിയത് അവൻ്റെ കയ്യിലായിപ്പോയി. ഈ 2 കയ്യിലുമാണ് ഞങ്ങൾ പിടിച്ചത്. അപ്പം ഇങ്ങനെ പുള്ളി ചെയ്യുന്നത് പോലെ ആയിപ്പോയി കൈ. അത് കഴിഞ്ഞ് അവൻ അങ്ങ് ഭയങ്കരമായിട്ടും അങ്ങ് ശ്വാസം എടുത്തങ്ങ് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പെട്ടെന്ന് അവൻ ശ്വാസമൊന്നും എടുത്ത് കരയുന്നു അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇച്ചിരി ഒന്നും വേദന എടുത്താലൊന്നും അവൻ കരയത്തില്ല. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ പറ്റിയിട്ടുണ്ട്, കാര്യമായിട്ട് അവൻ എന്തോ നൊന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളൊന്ന് അവനെ ഒന്ന് ചെക്ക് ചെയ്യാൻ നേരത്ത് അവൻ്റെ ഇടത്തെ കൈ അവൻ അനക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ അങ്ങ് കിടക്കുമായിരുന്നു. നമ്മളൊന്ന് ടച്ച് ചെയ്യാൻ നേരത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ആ 2 കിലോമീറ്റർ അവിടുന്ന് എങ്ങനെയാ ഞങ്ങൾ ആ പാർക്കിംഗ് സ്ഥലത്തോട്ട് തിരിച്ചു നടന്നതെന്ന് അറിയത്തില്ല. അത്രയും ഫാസ്റ്റിലാണ് ഞങ്ങൾ നടന്ന്. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണമെന്ന് ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു എന്തായാലും 911 വിളിക്കാം, നമുക്ക് എന്തോ അവിടുത്തെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അറിയത്തില്ല, എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് പെട്ടെന്ന് നടന്നു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ എമർജൻസി കോൺടാക്ട് ചെയ്തു. അപ്പം നമ്മളോട് ചോദിച്ചാൽ അവർ എന്താ ആംബുലൻസ് ആണോ പോലീസാണോ ഫയർഫോഴ്സിൻ്റെ ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ സംഭവം ഇതാ, ഞങ്ങൾക്ക് ആംബുലൻസാണ് വേണ്ടത്. അപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്തതേ ഉള്ളൂ. അവർ എമർജൻസി ആംബുലൻസ് നമ്മുടെ അടുത്ത് വന്നു. അതിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ട്, 2 പേരും രജിസ്റ്റേർഡ് നേഴ്സാണെന്ന് തോന്നുന്നു, 2 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളോട് അവർ ആദ്യം ഹെൽത്ത് കാർഡ് ചോദിച്ചു. ഞങ്ങളുടെ കയ്യിൽ ഹെൽത്ത് കാർഡ് ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കാണിച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് അവരുടെ ഇടപെടിയിലാണെങ്കിലും നമ്മൾ അത്ര പാനിക്കായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അവർ കാമാക്കി. എന്നിട്ട് നമ്മളോട് ചോദിച്ചു എന്താ പറ്റിയേ, എങ്ങനെയായിട്ട് സംഭവിച്ചു, എത്ര നേരമായി, ഡീറ്റെയിൽ ആയിട്ട് അവനെ ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇത് ഡിസ്ലൊക്കേറ്റ് ആകാനാണ് ചാൻസ് കൂടുതൽ, അല്ലാതെ കൈക്ക് നീരൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഒരാളെ കുഞ്ഞിൻ്റെ കൂടെ കെട്ടത്തുള്ളൂ. അപ്പം ഞാനും കുഞ്ഞുമായിട്ട് ആംബുലൻസിൽ കയറി. ചന്തൂരപ്പം അവർ അഡ്രസ്സ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അവരെ ഫോളോ ചെയ്താൽ മതി, അല്ലെ അഡ്രസ്സിൽ നിന്ന് നിങ്ങൾ അഡ്രസ്സ് കൊടുത്തിട്ട് അങ്ങോട്ട് എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ